Hello everyone, welcome back to Gurukul by Oswald Malayalam. So, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം as polynomials. Okay, so നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്ററിന്റെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ആ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ കോൺസെപ്റ്റുകളും നല്ല തറോ ആയിട്ട് റിവൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലാതെ ആ ഒരു ചാപ്റ്ററിന്റെ ഒരു മിഡിൽ പോർഷനിൽ നിൽക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഇന്ന് ഇവർ തുടങ്ങാത്തവരുണ്ടായിരിക്കാം. Okay, it doesn't matter. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് we are going to revisit each and every concept which is discussed in chapter in your textbook. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള each and every points ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പോളിനോമിയൽസിനെ പറ്റി പറയുമ്പോൾ I am going to start from the title itself. That is, ഇതിനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്. You can see here poly, okay, and here nomials. So what is mean by poly? Poly എന്ന് പറഞ്ഞാൽ many എന്നാണ് മീനിങ് വരിക, അല്ലെ? Poly means many and nomials means terms എന്നാണ്. So many terms എന്നാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. അപ്പൊ ഈ ടേംസിലേക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പഠിച്ചതിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എവിടെയാ സ്റ്റാർട്ട് ചെയ്തത്? അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങി. എന്ത് വെച്ചിട്ട്? വേരിയബിൾസ് എന്ന് പറയുന്ന ആൾക്കാരെ വെച്ചിട്ട്, ദാറ്റ് ഈസ് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചു. അവിടെയാണ് നമ്മൾ ഈ ഓൾജിബ്ര എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ബ്രാഞ്ചിലേക്ക് കടക്കാൻ തുടങ്ങിയത്. ദാറ്റ് ഈസ് നമ്പേഴ്സ് വെച്ച് മാത്രം പഠിച്ചു വന്നിരുന്ന നമ്മൾ പിന്നെ എന്ത് എടുക്കാൻ തുടങ്ങി? നമ്പേഴ്സിന് പകരമായി എക്സ്, വൈ, ഇസഡ് അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാനായിട്ട് തുടങ്ങി. ദാറ്റ് മീൻസ് വി സ്റ്റാർട്ടഡ് ടു യൂസ് വേരിയബിൾസ് ഇൻ ബിഹാഫ് ഓഫ് ദ അൺനോൺ നമ്പേഴ്സ് ദെയർ. ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ദിസ് വേരിയബിൾ? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ്. ആൻഡ് വൈ ദേ ആർ കോൾഡ് ആസ് വേരിയബിൾസ്? ബിക്കോസ് അതിന്റെ വാല്യൂ എപ്പോഴും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ചേഞ്ച് ചെയ്യും. ഒരു സിറ്റുവേഷനിൽ എക്സിന്റെ വാല്യൂ ആയിരിക്കത്തില്ല മറ്റൊരു സിറ്റുവേഷനിൽ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ വൈയുടെ വാല്യൂ ആയിരിക്കത്തില്ല മറ്റൊരു സിറ്റുവേഷനിൽ വരുന്നത്. സോ ഈ പറഞ്ഞ ആൾക്കാരുടെ വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സ് വൈ ദേ ആർ നോൺ ആസ് വേരിയബിൾസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വാല്യൂ മാറാത്ത ചിലരുണ്ട്. ദാറ്റ് ഈസ്, ഇപ്പൊ ഞാൻ ഒരാളെ എഴുതുന്നു, ഓക്കെ 3, ഓക്കെ, then x plus 3. I can say that this is a variable. ഇതൊരു വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ എനിക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? കോൺസ്റ്റന്റ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ആൻഡ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ആരെയാണ്? ഒരു അഡിഷൻ സിംബലിനെയാണ്. ഓക്കെ, വി നോ ദാറ്റ് ദേ ആർ നോൺ ആസ് ഓപ്പറേറ്റേഴ്സ്, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. അഡിഷൻ മാത്രമാണോ നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്? അല്ല. ആരൊക്കെയുണ്ട്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇവരെല്ലാവരെയും തന്നെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ഓപ്പറേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ആരൊക്കെ വന്നു? വേരിയബിൾ വന്നു, കോൺസ്റ്റന്റ് വന്നു, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് വന്നു. നെക്സ്റ്റ് ഒരാളെയും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആരാണ്? നമ്മുടെ ഈ എക്സിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കും 3x. ഓക്കെ, അതായത് എക്സ് വേരിയബിളിനോടൊപ്പം, അതായത് വേരിയബിളിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കാൻ തുടങ്ങി. എന്താണ് ആ പേര് എന്ന് പറയുന്നത്? കോഎഫിഷ്യന്റ്. ഓക്കെ, എന്താ വിളിക്കുക? കോഎഫിഷ്യന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കാറുണ്ട്? ഇതിനോടൊപ്പം ഒരു പവറും കൂടെ കാണും. ഓക്കെ, സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ്, ഇങ്ങനെയുള്ള പവേഴ്സും കൂടെ കാണും. ഓക്കെ, അപ്പൊ ആ പവേഴ്സിനെ നമ്മൾ എന്താ? എക്സ്പോണൻസ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ ആയിരിക്കും, ഇതാണോ പോളിനോമിയൽസ്? അല്ല, ദിസ് ഇസ് നോട്ട് പോളിനോമിയൽസ്. ദാറ്റ് ഈസ്, ഇവരെ പറ്റി പോളിനോമിയൽസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവരെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്നാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കണം ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതുപോലെ വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് ഉണ്ടായിരിക്കും, കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും, കോഎഫിഷ്യൻസ് ഉണ്ടായിരിക്കും, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ആൾക്കാരെയാണ്. ഓക്കെ, ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻസിൽ ചിലരെ മാത്രം, ദാറ്റ് ഈസ് ദോസ് ഹു സാറ്റിസ്ഫൈ സം സ്പെസിഫിക് പ്രോപ്പർട്ടീസ്, അവരെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അവരാരാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ്, നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക, പോളിനോമിയൽസ് വിൽ കണ്ടെയ്ൻ മെനി ടേംസ്. ഒരുപാട് ടേംസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ നോക്കിയാൽ ആൾജിബ്രിക് എക്സ്പ്രഷൻസിന് ഒരുപാട് ടേംസ് ഉണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ആൾജിബ്രിക് എക്സ്പ്രഷൻസിൽ ചിലരെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ്, വി ക്യാൻ സേ ദാറ്റ് every polynomial is an algebraic expression.
but all algebraic expressions are not polynomials. So who are polynomials? ശ്രദ്ധിക്കുക, polynomials എന്ന് പറയുന്ന algebraic expressionsൽ എന്തുണ്ടായിരിക്കില്ല? ഡിവിഷൻ വിത്ത് എ വേരിയബിൾ ഉണ്ടായിരിക്കില്ല. That is algebraic expressionൽ നമ്മൾ ഡിവിഷൻ വിത്ത് എ വേരിയബിൾ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, and these can be done with variables too in an algebraic expression. But in the case of polynomials, we can't divide with the variable. That is divided by x form വരാൻ പാടില്ല. അതായത് ഞാനിപ്പോ ഒരു algebraic expression എഴുതുന്നു, x square plus 3/x എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റി? ഡിവൈഡഡ് ബൈ x ഫോം വന്നു, അതായത് വേരിയബിൾ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ഇതെന്താണ്? ഒരു algebraic expression ആണ്, ബട്ട് ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കണ്ടീഷൻ, ഒരു algebraic expression പോളിനോമിയൽ ആവണം എന്നുണ്ടെങ്കിൽ there should not be a division with a variable. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന സെക്ഷൻ ആണ്. നോ ഡിവിഷൻ എന്ന് കാണുമ്പോൾ അവർ വിചാരിക്കും ഡിവിഷനേ പാടില്ല എന്ന് വിചാരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോ ഇതേ കാര്യത്തിന് ഞാൻ എഴുതുന്നത് ഈ ഫോമിലാണെങ്കിൽ ദാറ്റ് ഈസ് x square plus x/3. വാട്ട് ഹാപ്പൻ? ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതില് ഡിവിഷൻ എന്ന് കാണുമ്പോഴത്തേക്കും ഇവര് മാറ്റി എഴുതും, എന്താ algebraic expression ആണ്, പക്ഷെ പോളിനോമിയൽ അല്ല, ബിക്കോസ് ഡിവിഷൻ വന്നു. നോ, അങ്ങനെയല്ല. ഡിവിഷൻ വിത്ത് എ വേരിയബിൾ വരാൻ പാടില്ല എന്നാണ് സ്പെസിഫിക് കണ്ടീഷൻ വരുന്നത്. ദാറ്റ് ഈസ് x square plus x/3 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് x square plus 1/3x എന്നാണ്. ഓക്കെ, ആൻഡ് 1/3 എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ റിയൽ നമ്പേഴ്സിൽ വരുന്ന ഒരാളാണ്. ഓക്കെ, സോ x square plus 1/3x. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഡിവിഷൻ ബൈ x എന്ത് വരാൻ പാടില്ല? പോളിനോമിയൽസിൽ വരാൻ പാടില്ല. നെക്സ്റ്റ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ x, y, z, ദാറ്റ് ഈസ് നമ്മൾ എടുക്കുന്ന വേരിയബിൾസ്, വേരിയബിൾസിന്റെ പവേഴ്സ് ഒരിക്കലും എന്താകാൻ പാടില്ല? ഹോൾ നമ്പേഴ്സ് അല്ലാതെ ബാക്കിയുള്ളവർ. ഹോൾ നമ്പേഴ്സ് അല്ലാതെ എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് ആരൊക്കെയാ? നാച്ചുറൽ നമ്പറും along with 0 ഇത് മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ഞാൻ പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യൻസ് x⁻0, x⁻1, x⁻2, x⁻3 അങ്ങനെ വരാൻ പാടുള്ളൂ. അതായത് അങ്ങനെ അല്ലാത്തവരെന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം? എനിക്ക് പറഞ്ഞൂടെ x⁻−1, x⁻−2, x⁻−3 ഇവര് വരാൻ പാടില്ല. ഇവര് മാത്രമല്ല, ഫ്രാക്ഷൻ വരാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള, നമ്മൾ ഫ്രാക്ഷണൽ ഫോമിൽ എടുക്കും. നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? 1/1, 2/1, 3/1 അതല്ല ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലാത്ത ഒരു ഫ്രാക്ഷൻ 1/2 എടുക്കാൻ പറ്റുമോ? നോ, കാരണം 1/2 ഒക്കെ എടുത്താൽ എന്താണ്? അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ വരെയാണ്. സോ ഡെസിമൽ എക്സ്പാൻഷൻ വരുന്ന രീതിയിലുള്ള ഫ്രാക്ഷൻസ് വരാൻ പാടില്ല ആസ് എ പവർ ഓഫ് എനി ഓഫ് ദ വേരിയബിൾ ഇൻ യുവർ algebraic expression. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒരു algebraic expression ഒരു പോളിനോമിയൽ ആവണം എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ? ഡിവിഷൻ വിത്ത് എ വേരിയബിൾ ഷുഡ് നോട്ട് ബി ഇൻ ദ algebraic expression. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, the power that is the exponent of any variable should be a whole number. Okay, whole number അല്ലാത്ത മറ്റൊന്നും വരാനായിട്ട് പാടില്ല. Is it clear? So നിങ്ങൾക്ക് questions ഉണ്ടാവും. Classify the given algebraic expressions, okay, as polynomials and non-polynomials. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. And മറന്നു പോകരുത്, every algebraic expression, okay, is not polynomial, but every polynomials are algebraic expressions. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ആൾക്കാരെയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് അതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് ഈ തന്നിട്ടുള്ള algebraic expressions. ഇവരെല്ലാം algebraic expressions ആ, കാരണം ഇതിലെല്ലാം വേരിയബിൾസ് ഉണ്ട്, പവേഴ്സ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവരില് ചിലർ പോളിനോമിയൽസ് അല്ല, ചിലർ പോളിനോമിയൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരെ ക്ലാസിഫൈ ചെയ്യുക എന്നാണ് നമ്മളോട് പറയുന്നത്. ക്ലാസിഫൈ ദ ഗിവൻ algebraic expressions are polynomials and non polynomials. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ആളെ വെച്ച് തുടങ്ങാം. ആദ്യത്തെ ആളെ നമുക്ക് എങ്ങനെയാ തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 4x² minus 3x plus 7. സി, ഇവിടെ വേരിയബിൾ വെച്ച് ഡിവിഷൻ വരുന്നുണ്ടോ? നോ അല്ലെ, വേരിയബിൾ വെച്ചിട്ടുള്ള ഡിവിഷൻ വരുന്നില്ല. അതുപോലെ ഇവിടുത്തെ നമ്മുടെ വേരിയബിൾസിന്റെ എല്ലാം പവേഴ്സ് എങ്ങനെയാ വരുന്നത്? x⁻², ഇതിനെ നമുക്ക് x⁻1 എന്ന് വിളിക്കാം. ഇവിടെ വേരിയബിൾ ഇല്ല, അതിന്റെ മീനിങ് അതിനവിടെ പവർ ഇല്ല എന്നല്ല, x⁻0 എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് എനി നമ്പർ raised to 0 is 1.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ അവിടെ ഇമാജിൻ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ള വേരിയബിളിന്റെ എക്സ്പോണന്റ് 0 ആയതുകൊണ്ടാണ് അവിടെ എന്തായിട്ട് കാണിക്കാത്തത്, അവിടെ ഒരു വേരിയബിളിന്റെ ഫോമിൽ അതിനെ കാണാത്തത്, അത് 1 ആയി മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുക. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വേരിയബിളിന്റെയും തന്നെ പവർ എന്ത് വരുന്നില്ല, ഹോൾ നമ്പർ അല്ലാതെ മറ്റൊരു നമ്പറും വരുന്നില്ല അല്ലെ, 0, 1, 2. സോ ദ ഗിവൺ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇസ് എ പോളിനോമിയൽ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇയാൾ ഒരു പോളിനോമിയൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് നോക്കാം. രണ്ടാമത്തെ ആളിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ഗിവൺ ആസ് y² + √2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, √2 എന്ന് പറയുന്ന ഒരാളെ കണ്ടു. ഓക്കെ, √2 എന്ന് പറയുന്നത് നമുക്കൊരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് തന്നിട്ടുള്ളത്. ഈ റൂട്ട് എന്ന് പറയുന്ന ആളിനെ കാണുമ്പോഴേ ചിലർ എഴുതി വയ്ക്കും ഇറ്റ് ഇസ് നോട്ട് എ പോളിനോമിയൽ. നോ, ദാറ്റ് ഇസ് റോങ്. നമ്മളോട് എങ്ങനെയാ പോളിനോമിയലിനെ പറ്റി പറയുന്നത്? വേരിയബിൾ കൊണ്ട് ഡിവിഷൻ പാടില്ല. ഇവിടെ വേരിയബിൾ കൊണ്ട് ഡിവിഷൻ ഉണ്ടോ? ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ y ഡിവൈഡ് ബൈ x. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ ഇവിടുത്തെ വേരിയബിൾസിന്റെ എക്സ്പോണന്റ് നോക്കിയേ, വൈയുടെ എക്സ്പോണന്റിനെ നമ്മൾ ചെക്ക് ചെയ്താൽ y². ഓക്കെ, ഇവിടെ കാണാനില്ല, അപ്പൊ അതിന്റെ അർത്ഥം y⁻0 എന്നാണ്. ഈ രണ്ട് കണ്ടീഷൻസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇവിടുത്തെ y⁻0 എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഈസ് √2. √2 ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് ഇതിനെ എന്താക്കുന്നവരുണ്ട്, പോളിനോമിയൽ അല്ല എഴുതുന്നവരുണ്ട്. ദാറ്റ് ഈസ് റോങ്. നിങ്ങൾ ഇത്രയും മാത്രം ചെക്ക് ചെയ്താൽ മതി. വെദർ വി ഹാവ് എ ഡിവിഷൻ വിത്ത് എ വേരിയബിൾ and whether we have an exponent other than whole number. ഈ രണ്ട് കണ്ടീഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. എന്താ? ഡിവിഷൻ വിത്ത് വേരിയബിൾ ഇല്ല, അതുപോലെ വേരിയബിളിന്റെ എല്ലാം എക്സ്പോണൻസ് എന്താണ്, ഹോൾ നമ്പേഴ്സ് ആണ്, 0 and 2 ആണുള്ളത്. ബാക്കി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദിസ് ഇസ് എ പോളിനോമിയൽ. ക്ലിയർ? സോ put a tick here. Okay, next moving to third one, that is 3√t + t√2. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കും ടീച്ചർ അല്ലേ നേരത്തെ പറഞ്ഞേ നമുക്ക് റൂട്ട് വന്നാൽ കുഴപ്പമില്ല എന്ന്. ഞാൻ പറഞ്ഞത് എന്താ, നമ്പർ ആണ്, നമ്പറിനാണ് സ്ക്വയർ റൂട്ട് വന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്, t⁻2 എന്നാ പറയുന്നത്. √t എന്ന് പറയുമ്പോൾ അതിന്റെ പവർ എന്ത് ഫോമുല വരിക, √t മീൻസ് t⁻1/2 എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഡിവിഷൻ വിത്ത് എ വേരിയബിൾ ഇല്ല, ടി ആണ് നമ്മുടെ വേരിയബിൾ. ഇവിടെ ഡിവിഷൻ വിത്ത് എ വേരിയബിൾ ഇല്ല, പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ടിയുടെ പവർ നേരത്തെ എന്തുകൊണ്ടാണ് റൂട്ട് വന്നപ്പോ നമ്മൾ എടുക്കാൻ, ബിക്കോസ് അത് നമ്പർ ആണ്, √2 എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ വേരിയബിൾ ആണ് റൂട്ടിന്റെ അകത്ത് വരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, t⁻1/2. ദാറ്റ് ഈസ് എന്ത് വന്നു, ഫ്രാക്ഷൻ വന്നു. ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പോണന്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയാ, ഡിവിഷൻ വിത്ത് എ വേരിയബിൾ വരാൻ പാടില്ല, എല്ലാ വേരിയബിൾസിന്റെയും എക്സ്പോണന്റ് ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. ഇവിടെ വന്നപ്പോ ഡിവിഷൻ വിത്ത് വേരിയബിൾ ഇല്ല, പക്ഷേ എന്ത് ഇവിടെ വന്നിട്ടുള്ള വേരിയബിളിന്റെ എക്സ്പോണന്റ് ഹോൾ നമ്പർ അല്ലാത്ത മറ്റൊരാൾ വന്നു. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ പോളിനോമിയൽ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് മൂവിംഗ് ടു ദിസ് വൺ. ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം y+2 ഡിവൈഡഡ് ബൈ y. സോ ഡിവൈഡഡ് ബൈ y വേരിയബിൾ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം ദിസ് ഇസ് നോട്ട് എ പോളിനോമിയൽ. And moving to this case, x⁻10 + y⁻3 + t⁻50. ഇവിടെ 3 വേരിയബിൾസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഡസന്റ് മാറ്റർ. ഏതെങ്കിലും വേരിയബിൾ വെച്ച് ഡിവിഷൻ വന്നിട്ടുണ്ടോ? നോ. അതുപോലെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ അല്ലാതെ വന്നിട്ടുണ്ടോ? 10 is a whole number, 3 is a whole number and 50 is also a whole number, so that we can say that this is a polynomial. So this is the right way to classify whether the given algebraic expression is a polynomial or not. That means if you are provided with an algebraic expression, you have to check whether the given polynomial have a term like division with the variable is given there. And next, the second condition you have to check is whether the exponent, okay, the exponent of any of the variable in the algebraic expression is a whole number or not. Ee rendu conditions matram ningal check cheyidal madiyagum. You can determine whether the given one is a polynomial or not. Next, we will move to degree of a polynomial. Okay, so what is meant by degree? In simple language, we can say that the highest power, okay, the highest power or exponent of the variable in our polynomial. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. സപ്പോസ് 4x³ + 5x² + 3x⁻0. ഈ ഫോർമുല തന്നിട്ടുള്ളൂ. ഓക്കെ, വി ഡോണ്ട് നീഡ് ടു സ്പെസിഫൈ x⁻0 ഹിയർ. ദാറ്റ് ഈസ് 1. ഓക്കെ, +3 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്താൽ മതി. ഇവിടെ വരുമ്പോൾ എന്റെ തന്നിട്ടുള്ള പോളിനോമിയൽ എക്സ്പ്രഷൻ, ദിസ് ഈസ് എ പോളിനോമിയൽ, റൈറ്റ്? ഓക്കെ, ഈ പോളിനോമിയൽ എക്സ്പ്രഷനിൽ
തന്നിട്ടുള്ള വേരിയബിൾസിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? പവേഴ്സ് ഉണ്ട് അല്ലെ? ആ പവേഴ്സിനൊക്കെ നോക്കിയേ 3, 2, 1. And which is the highest power? ഏതാണ് ഇതിന്റെ highest power? 3. 3 is the highest power. So that I can say that 3 is the degree of the given polynomial. Okay, 3 is the degree of the given polynomial. That means degree of a polynomial എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് the highest power or exponent of the variable in the polynomial. That's all. So let us take some questions from our NCERT textbook. These are the questions. Find the degree of each of the polynomials given below. നമുക്ക് ഇവിടെ ആദ്യം തന്നിട്ടുള്ള ആരാണ്? x raised to 5 minus x raised to 4 plus 3. Okay, അപ്പോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇതെല്ലാം പോളിനോമിയൽസ് ആണ്. ഇവിടെ പവേഴ്സ് നോക്കുമ്പോൾ 5, 4, ഇവിടെ ആരാ? 0. So that I can say that which is the highest power here? 5. So degree is equal to 5. Clear? Next, രണ്ടാമത്തെ ആളിനെ നോക്കുക. എന്താണ് തന്നിട്ടുള്ളത്? Second one, 2 minus y square minus y cube plus 2y raised to 8. Okay, അപ്പോൾ എഴുതിയിരിക്കുന്ന രീതിയുടെ ഓർഡർ അങ്ങോട്ടായിക്കോട്ടെ ഇങ്ങോട്ടായിക്കോട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് തന്നിട്ടുള്ള പോളിനോമിയൽ എക്സ്പ്രഷനിൽ വേരിയബിൾ ആരാണ്? y is the variable here. y യുടെ ഏറ്റവും ഹൈയസ്റ്റ് പവർ ആരാണ്? I can see that 8 is the highest power. So the degree of the polynomial provided here is 8. So degree is equal to 8. Clear? Next, moving to the third one. ഇയാളെ കാണുമ്പോൾ ഡൗട്ട് തോന്നരുത്. ഇതെന്താണ്? ഇതൊരു പോളിനോമിയൽ ആണോ? യെസ്, ഇറ്റ്സ് എ പോളിനോമിയൽ. അവിടെ 2 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇവിടെ വേരിയബിൾ ഇല്ലല്ലോ. ഞാനപ്പോ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ആള് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളെയാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടുത്തെ വേരിയബിളിനെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് അവിടെയുള്ള വേരിയബിളിന്റെ പവർ 0 ആണ്. ഓക്കെ, എനി നമ്പർ റേസ് ടു 0 എന്താണ്? 1 ആയതുകൊണ്ട് this can be considered in the form of 2 into 1 and 1 ന് പകരം we will imagine that it is x raised to 0. So this is a polynomial. 2 എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്ക് തന്നാലും അതൊരു പോളിനോമിയൽ ആണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ i കൊണ്ട് എന്ത് കാണാൻ പറ്റില്ല? അവിടെ വേരിയബിളിനെ കാണാനായിട്ട് പറ്റില്ല, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററിനെ കാണാനായിട്ട് പറ്റില്ല. ഇറ്റ് ഡസന്റ് മാറ്റർ. അവിടെ എന്തുണ്ട്? വേരിയബിൾ ഉണ്ട്. We will imagine that there is a variable here with an exponent of 0. So this is a polynomial. Clear? And the degree is 0 there. So നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണെന്ന് എഴുതി നോക്കാം. നമ്മൾ പറഞ്ഞപ്പോ പോളിനോമിയൽസിന് എന്തുണ്ട്? വേരിയബിൾസ് ഉണ്ട്, അതുപോലെ എന്ത് വരും? എക്സ്പോണൻസ് വരും. ഈ വേരിയബിൾസിന്റെ ഫ്രണ്ടില് കോഎഫിഷ്യൻസ് വരും അല്ലെ? മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് വരും. നമ്മൾ ഡിവിഷൻ വിത്ത് 0 വരാതെ നോക്കുക. പവേഴ്സ് ഹോൾ നമ്പേഴ്സ് അല്ലാത്ത രീതിയിൽ, ഓക്കെ, ഹോൾ നമ്പേഴ്സ് മാത്രം വരത്തക്ക രീതിയിൽ നോക്കുക. അപ്പൊ നമ്മൾ നോക്കട്ടെ, ഞാനിപ്പോ എഴുതിയാണ് ആദ്യത്തെ ആൾ. ഓക്കെ, x raised to 0 എന്ന് പറയുന്ന ആൾ. ഓക്കെ, x raised to 0. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യന്റ് ഞാൻ a എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ a1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ a0 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളെ ഞാൻ എന്ത് വിളിക്കുന്നു? a1 x raised to 1. ക്ലിയർ? പ്ലസ് അടുത്ത എന്ത് വിളിക്കാം? എനിക്ക് a2 x raised to 2. അതുപോലെ പോയി I can say that if n ടേംസ് വരുന്ന രീതിയിലാണ് ഞാൻ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, an-1 ആണെങ്കിൽ x raised to n-1 ആയിരിക്കും. അതുപോലെ തന്നെ an ആണെങ്കിൽ x raised to n ആയിരിക്കും. So this is the standard form of a polynomial. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് the given condition is എന്താ? ഈ a1, ഓക്കെ, a0, അതുപോലെ a1, അതുപോലെ a2, etc. an-1, an എന്ന് പറയുന്നത് എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. എനി റിയൽ നമ്പേഴ്സ്. ക്ലിയർ? Now let us see which are the different types of polynomials. Okay, so ഈ types of polynomials പറയുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ടൈപ്സ് ഓഫ് പോളിനോമിയൽസ്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ പഠിച്ചു, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പോളിനോമിയൽസ് എന്താണ്? ടേംസ് ഉണ്ട്, മെനി ടേംസ് ഉണ്ട്. സോ നമ്പർ ഓഫ് ടേംസ് ഇസ് എ ഫാക്ടർ there. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് ഒരു ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം പഠിച്ചിരുന്നു, എന്താണ്? ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിഗ്രിയുടെ ഒരു ബേസിസിൽ പോളിനോമിയൽസിന് എന്തൊക്കെയോ പ്രത്യേകതകൾ വരുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ പോളിനോമിയൽസ് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ടു, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേംസ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടേംസ് ആണ്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. പോളിനോമിയലിന്റെ ഡിഗ്രി, ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേംസ് ആൻഡ് ഡിഗ്രി ഓഫ് പോളിനോമിയൽസ്.
അപ്പോ ശ്രദ്ധിക്കാം. നമ്പർ ഓഫ് ടേംസിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇപ്പൊ ഞാൻ എടുക്കുന്ന പോളിനോമിയലിന് ഒരൊറ്റ ടേം ആണ് ഉള്ളതെങ്കിൽ ഞാൻ അതിനെ വിളിക്കുന്നത് മോണോമിയൽ എന്നാണ്. ഓക്കെ, ഒറ്റ ടേമേ ഉള്ളൂ എങ്കിൽ ഞാൻ അതിനെ വിളിക്കും മോണോമിയൽ. മോണോമിയലിന്റെ മീനിങ് എന്താ? only one term. The polynomial having only one term. അതിനെയാണ് നമ്മൾ മോണോമിയൽ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, അടുത്ത ആളിനെ ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, അത് കേൾക്കുമ്പോഴേ അറിയാം അല്ലെ, രണ്ട് ടേംസ് ആണ് അല്ലെ. only one term ആണെങ്കിൽ മോണോമിയൽ, രണ്ട് ടേം ആണെങ്കിൽ ബൈനോമിയൽ. എന്താ വിളിക്കുക? ബൈനോമിയൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയാ പോവുക? ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? 1 ആണെങ്കിൽ മോണോമിയൽ, 2 ആണെങ്കിൽ ബൈനോമിയൽ, 3 ആണെങ്കിൽ ട്രൈനോമിയൽ. ഓക്കെ, സോ ട്രൈനോമിയൽ 3 ആയിട്ടുള്ള, that is 3 terms ഉണ്ടെങ്കിൽ, the number of terms provided the polynomial is 3, then you can say that it is a trinomial. 3 terms ഉണ്ട്. അപ്പൊ മാക്സിമം ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയാണ് പഠിക്കാനായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? മോണോമിയൽ, അതേപോലെ ബൈനോമിയൽ, ട്രൈനോമിയൽ. ഇനിയുണ്ട് 4 ടേംസ് ആണ് വരുന്നുണ്ടെങ്കിൽ, സോ ഇനിയുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ഇപ്പൊ 4 ടേംസ് ആണ്, എന്താണ്? നമ്മൾ അതിനെ ക്വാഡ്രിനോമിയൽ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഇപ്പൊ ട്രൈനോമിയൽ വരെ ഉള്ളൂ. അപ്പൊ അത്രയും മാത്രം പഠിച്ചാൽ മതിയാകും. സോ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ടേംസ് ഇൻ എ പോളിനോമിയൽ വി ക്യാൻ ക്ലാസിഫൈ them as, if the polynomial has only one term, it is a monomial. If the polynomial have 2 terms, it is a binomial. If the polynomial has a 3 term, we can call it as a trinomial. And if it have 4 terms, we can call it as a quadrinomial. Okay, that's all from that part. Next, we will move to the classification of the polynomials based on the degree. Okay, അവരുടെ ഡിഗ്രിയുടെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ, ഈ ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ആരാണ്? നിങ്ങൾക്ക് ചിലർക്ക് 0 ആയിരിക്കും വരിക. ദാറ്റ് ഇസ് ഡിഗ്രി. നമ്മൾ എക്സിന്റെ വാല്യൂ, എക്സിന്റെ പവർ 0 വരാം നമ്മൾ പറഞ്ഞില്ലേ. എക്സിന്റെ എക്സ്പോണന്റിന്റെ വാല്യൂ 0 വരാം, അല്ലെങ്കിൽ എക്സിന്റെ പവർ 0 വരാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 0 എന്ന് പറയുന്ന ആൾ ഡിഗ്രി ആയിട്ട് വരുന്ന ആളായിരിക്കും ചിലരുടെ മനസ്സിൽ വരുന്നത്. ചിലർക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയാണ്, എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ വേരിയബിളിന്റെ പവർ. ഓക്കെ, വേരിയബിളിന്റെ പവർ, അതായത് ഡിഗ്രി 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്നാണ്. നമ്മൾ എന്താ വിളിക്കുക? കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്നാണ് വിളിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഡിഗ്രി 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് വിളിക്കാം. ഇനി ചില പോളിനോമിയൽസ് ഉണ്ട്, ഇവരുടെ ടേം 0 ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മളൊരു പോളിനോമിയൽ പറയുന്ന, ഒരു പോളിനോമിയൽ ഞാൻ ഇങ്ങനെ പറയാണ്, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ. ഈ പോളിനോമിയൽ ഒരു 0 ആണ്. ഓക്കെ, അതായത് പോളിനോമിയൽ വേറെ ടേംസ് ഒന്നുമില്ല, 0 ആണ് ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, 0 പോളിനോമിയൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിനെ സംബന്ധിച്ചും നമ്മൾ അതിന്റെ ഡിഗ്രി 0 എന്ന് എടുക്കുന്നവരുണ്ട്, അത് തെറ്റാണ്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ വിചാരിക്കേണ്ടത് ഡിഗ്രി 0 വരുന്ന പോളിനോമിയലിനെ നമ്മൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്നാണ് വിളിക്കുന്നത്. ഈ കോൺസ്റ്റന്റ് പോളിനോമിയലിൽ പെടുന്ന ഒരാൾ തന്നെയാണ് 0 പോളിനോമിയൽ. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഞാൻ എന്ത് പറഞ്ഞത്? കോൺസ്റ്റന്റ് പോളിനോമിയലിനോടൊപ്പം പറഞ്ഞത്. കോൺസ്റ്റന്റ് പോളിനോമിയലിൽ പെടുന്ന ഒരു ആള് തന്നെയാണ് നമ്മുടെ 0 പോളിനോമിയൽ. പക്ഷെ 0 പോളിനോമിയലിന്റെ ഡിഗ്രി 0 അല്ല. ഇറ്റ് ഈസ് എ നോട്ട് ഡിഫൈൻഡ് കേസ്. നോട്ട് ഡിഫൈൻഡ് ആണ്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ദാറ്റ് ഈസ് 0 പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ വേറെ ടേംസ് ഒന്നുമില്ല, 0 ഇസ് ദ ടേം. ഓക്കെ, 0 ടേം ആയിട്ട് വരുന്ന പോളിനോമിയൽസിനാണ് നമ്മൾ 0 പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഡിഗ്രി എന്താണ്? ഇസ് നോട്ട് ഡിഫൈൻഡ് അണ്ടിൽ നൗ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡിഗ്രി 0 ആയാൽ അതിനെ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് വിളിക്കും. ദാറ്റ്സ് ഓൾ. ചില കുട്ടികൾ ഡിഗ്രി 0 ആയതിനെയാണ് 0 പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ദ ഡിഗ്രി ഓഫ് എ 0 പോളിനോമിയൽ ഇസ് അൺഡിഫൈൻഡ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാം ഡിഗ്രി ആരാണ്? അടുത്ത ആളാണ് 1. ഓക്കെ, ഡിഗ്രി നമ്മുടെ 1 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും? ലീനിയർ. ഓക്കെ, ഡിഗ്രി 1 ആണെങ്കിൽ we will call the polynomial as a linear polynomial. ഓക്കെ, എന്താണത്? ഒരു ലീനിയർ പോളിനോമിയൽ ആണ്. Is it clear? നെക്സ്റ്റ്, ഡിഗ്രി 0 ആണെങ്കിൽ കോൺസ്റ്റന്റ്, ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ. നെക്സ്റ്റ്, ഡിഗ്രി 2 ആണെങ്കിൽ, ഓക്കെ, ഡിഗ്രി 2 ആയി വരുന്ന പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഇനി ഒരു ചാപ്റ്റർ ക്വാഡ്രാറ്റിക് പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി വരെയാണ്. ഓക്കെ, സോ അപ്പോൾ വെരി വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ്
quadratic. Okay, quadratic polynomial. If the degree of a polynomial is 2, we can call it as a quadratic polynomial. Next, what will happen if the degree of a polynomial is 3? ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? It is known as cubic polynomial. Cubic polynomial. Okay, so appo parayunnathu shraddhikka. Based on the degree of polynomials, we can classify the polynomials as, if the degree of a polynomial is 0, it is constant polynomial. Constant polynomial കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് സീറോ പോളിനോമിയൽ എന്ന് വരുന്നത്. സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും, വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് എ സീറോ പോളിനോമിയൽ? സീറോ പോളിനോമിയൽ എന്ന് കേട്ടുമ്പോൾ ഡിഗ്രി 0 എഴുതി വെക്കരുത്. ഇറ്റ് ഇസ് റോങ്. Okay, the degree of a zero polynomial is not defined, but 0 എന്ന് പറയുന്ന ഡിഗ്രി വരുന്ന പോളിനോമിയൽ ആരാ? It is a constant polynomial. Is it clear? Next, നിങ്ങൾ ഡിഗ്രി 1 വന്നാൽ it is known as a linear polynomial. ഡിഗ്രി 2 വന്നാൽ it is a quadratic polynomial, very important. And ഡിഗ്രി 3 വന്നാൽ it is a cubic polynomial. Okay, so next topic for discussion is zeros of a polynomial. Okay, so don't get confused. We have already discussed about a zero polynomial. അല്ലേ? നമ്മൾ സീറോ പോളിനോമിയൽ എന്ന് പറയുന്ന ഒരാളെ പറ്റി പഠിച്ചിരുന്നു. സീറോ പോളിനോമിയൽ. Now we are talking about zeros of a polynomial. Okay, is both the same? No. Zero polynomial എന്ന് പറയുന്നതും zeros of a polynomial എന്ന് പറയുന്നതും both are different concepts. Okay, അപ്പോൾ zero polynomial എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? The polynomial which has a term 0. ഓക്കെ, അതിനാണ് നമ്മൾ സീറോ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഡിഗ്രി അൺഡിഫൈൻഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി വാട്ട് ഈസ് മീൻ ബൈ സീറോസ് ഓഫ് എ പോളിനോമിയൽ? അപ്പൊ നമ്മൾ സീറോസ് ഓഫ് എ പോളിനോമിയലിനെ പറ്റി നോക്കുന്നു. ഇപ്പൊ സപ്പോസ് ഞാനൊരു പോളിനോമിയൽ എടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഒരു വേരിയബിൾ. ഓക്കെ, സപ്പോസ് പി ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. കാരണം ഞാൻ അവിടെ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. സോ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ആണ് ഓഫ് വൺ വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് ഈക്വൽ ടു 0 കണ്ടീഷൻ കൊടുത്താൽ, ഓക്കെ, അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ ഈക്വൽ ടു കണ്ടീഷൻ കൊടുത്താൽ, ദാറ്റ് ഈസ് ദ എൻറ്റയർ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 0. ആ ഒരു ഫോമിൽ കൊടുക്കുമ്പോൾ വാട്ട് ആർ ദ വാല്യൂസ്? ഓക്കെ, സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിന്റെ വാല്യൂ എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സീറോ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു 0 കണ്ടീഷൻ കൊടുക്കുമ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിന്റെ പോസിബിൾ വാല്യൂസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് വിളിക്കുക. സീറോ പോളിനോമിയൽ എന്ന് പറയുന്നതും സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നതും രണ്ട് ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സീറോസ് ഓഫ് എ പോളിനോമിയൽ, ദാറ്റ് ഈസ് ഇപ്പൊ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ ഞാൻ പി ഓഫ് എക്സിന് പകരം കെ ഇട്ട് കൊടുത്തപ്പോ ദ എൻറ്റയർ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ബിക്കം 0. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് കെ ഈസ് ദ zero of the polynomial p of x. Okay, k is the zero of the polynomial, okay, p of x. Is it clear? ഇതാണ് zeros of a polynomial. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ദാറ്റ് ഈസ് നമ്മൾ എടുത്ത പോളിനോമിയൽസ് കുറെ ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് എന്താ, ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക്, ബൈനോമിയൽ, ട്രൈനോമിയൽ, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എടുത്തു. അപ്പൊ ഞാനൊന്ന് ആലോചിക്കുകയാണ്, കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ലെ? നമ്മുടെ ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ഉണ്ടല്ലോ. ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു പോളിനോമിയൽ ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് എടുക്കാം. 5 എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന 5x⁻0. ഇതിന്റെ 0 എന്താണ്? ദാറ്റ് ഈസ് ദിസ് ഇസ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഇതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. ഈ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ 0 എന്താണ് എന്നാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ 0 എന്താണ്? എന്താ? ഇവിടെ നമ്മൾ നോക്കിയേ, 5x⁻0 is equal to 0 എന്ന് ഞാൻ ഇട്ട് കൊടുത്താൽ എനിക്ക് എക്സിന് എന്തെങ്കിലും പോസിബിൾ വാല്യൂ കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? എക്സിന് ഒരു പോസിബിൾ വാല്യൂ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണ്? നമ്മുടെ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇത് എന്ത് കിട്ടും? x⁻0 is equal to 0 divided by 5. You know that when 0 is divided by any number we will get 0. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടും x⁻0 is equal to
0 എന്ന് പറയുന്ന ഫോമിൽ കിട്ടും. And you know that any number raised to 0 is equal to 1. അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന 1 is equal to 0 എന്നാണ്. Okay, is this right? No, ഇത് കറക്റ്റ് അല്ല. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടെത്തും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫോർ എ കോൺസ്റ്റന്റ് പോളിനോമിയൽ, ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിനെ സംബന്ധിച്ച് 0 ഇല്ല. ഓക്കെ, എ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ 0. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, is it clear? നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് സീറോ പോളിനോമിയൽ. അപ്പൊ നമ്മൾ പഠിച്ചു, ഓക്കെ, കോൺസ്റ്റന്റ് പോളിനോമിയൽ 0 ഇല്ല, അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഈക്വൽ ടു 0 കണ്ടീഷൻ കൊടുത്താൽ 1 is equal to 0 ഫോമിൽ വരും, and that is not acceptable, so that we can say that constant polynomial has no 0 there. പക്ഷേ ഇനി അടുത്ത് നമ്മൾ മറ്റൊരാളെ പറ്റി സംസാരിക്കുന്നു, സീറോ പോളിനോമിയൽ. ഓക്കെ, ഐ ആം നൗ ടോക്കിംഗ് അബൌട്ട് zero polynomial. What happens to the zero of a zero polynomial? Who is the zero of a zero polynomial? Okay, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. അപ്പൊ ഈ സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ടേം സീറോ ആയിട്ട് വരുന്ന പോളിനോമിയൽ ആണ് സീറോ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതിന് ഡിഗ്രി ഇല്ല, പക്ഷെ അതിന്റെ സീറോ എന്ന് പറയുന്ന ആരാണെന്ന് അറിയാമോ? എനി റിയൽ നമ്പർ. ഏതൊരു റിയൽ നമ്പറിനെയും നമുക്ക് സീറോ പോളിനോമിയലിന്റെ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. എനി റിയൽ നമ്പർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സീറോ ഓഫ് എ സീറോ പോളിനോമിയൽ. വെരി വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഫസ്റ്റ് we have discussed about what is mean by zero of a polynomial. ഒരു പോളിനോമിയൽ സംബന്ധിച്ച്, that is if we equate a polynomial to 0, the possible values of x that satisfies that particular condition, they are known as the zeros of the polynomial. Then we discussed about constant polynomial. ഒരു constant polynomial സംബന്ധിച്ച് 0 ഇല്ല. ഒരു zero polynomial സംബന്ധിച്ച് any real number can be the zero. Okay, so 3 important ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. Now let us move to the kind of questions that is asked from this section. So here is a question. Check whether -2 and 2 are zeros of the polynomial x plus 2. അതായത് -2 എന്ന് പറയുന്നതും 2ഉം ഈ പറയുന്ന പോളിനോമിയൽ. അപ്പൊ ഞാൻ ഈ പോളിനോമിയലിനെ വിളിക്കുകയാണ് let p of x. Okay, let p of x is equal to x plus 2 is the polynomial. -2 ഉം 2 ഇതിന്റെ സീറോസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്ത് ചെയ്യുക, എക്സിന് പകരം -2 ഉം 2 ഉം കൊടുക്കുക. സപ്പോസ് ഇഫ് ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ലൈക്ക് p of -2, that is I am using -2 in behalf of x here, then my answer will be -2 plus 2, right? x ന് പകരം -2 എടുക്കുമ്പോൾ 0. Okay, that means ഞാൻ p of x ലെ x ന് പകരം -2 കൊടുത്താൽ എന്റെ x plus 2 0 ആയിട്ട് മാറുന്നു. That means -2 is a 0. -2 is a 0 of the polynomial. Okay. Next, I will move to the next number. That is, we have to check whether 2 is a 0 of the polynomial. അപ്പോൾ നോക്കുക, ഞാൻ p of 2 എടുക്കാം. p of 2 എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? x plus 2, that is 2 plus 2, which is equal to 4. അപ്പൊ ഇവിടെ p of 2 എന്ന് പറയുന്നത് not equal to 0 ആണ് അല്ലെ? ഇവിടെ വന്നപ്പോഴത്തേക്കും p of -2 equal to 0 ആണ്. അതുകൊണ്ട് -2 is the 0 of the polynomial. But when it comes to the case of p of 2, we can see that p of 2 is not is equal to 2. So 2 is not a 0 of the polynomial. Okay, so this is a kind of question that can be asked from this section. Okay. And the next kind of question is, find a zero of the polynomial p of x is equal to 2x plus 5. That is, നേരത്തെ ചെക്ക് ചെയ്യാണ്, check whether the given numbers are the zeros of the polynomial. ഇനി നമുക്ക് പോളിനോമിയൽ തന്നിട്ട് ചോദിക്കും ഇതിന്റെ സീറോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സീറോ എന്ന് പറഞ്ഞാൽ ആരാണ്? തന്നിട്ടുള്ള p of x നെ ഈക്വൽ ടു 0 കണ്ടീഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന x ന്റെ വാല്യൂസ് ആണ് സീറോ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഞാൻ let p of x is equal to 0 എടുക്കുന്നു. What is p of x? It is 2x plus 1. So 2x plus 1 is equal to 0. ഇതിന് എനിക്ക് പറയാം 2x is equal to -1 and x is equal to -1 by 2. So that you can say that if we put x is equal to -1 by 2 in this particular polynomial, okay, നമുക്ക് എന്ത് കിട്ടും? The entire value of the polynomial will become 0. So that I can say that x is equal to -1 by 2 is the 0 of the polynomial. P of x is equal to 2x plus 1. Clear? Okay, so now let us discuss the next session, factor theorem. Very, very important. ഈ ഫാക്ടർ തിയറവുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് തരും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പോളിനോമിയൽസ് തന്നിട്ട്, ദാറ്റ് ഈസ് കൂടുതൽ പോയാൽ നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ ക്യൂബിക്, ഓക്കെ, ഈ ഒരു ഫോമിൽ തന്നിട്ട് ഫാക്ടർ
ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ ഫാക്ടർ തിയറം നല്ല രീതിയിൽ അറിഞ്ഞിരുന്നാലേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഫാക്ടർ തിയറം? ഇപ്പൊ ഞാൻ ഒരു പോളിനോമിയൽ എടുക്കുന്നു. ആ പോളിനോമിയലിന്റെ പേരാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അത് പി ഓഫ് എക്സ് ആവാം, ക്യൂ ഓഫ് എക്സ് ആവാം, എനി ഓഫ് ദ നെയിം. ഞാനിപ്പോ എടുത്തത് എഫ് ഓഫ് എക്സ് ആണ്. ദിസ് ഇസ് എ പോളിനോമിയൽ. ഈ പോളിനോമിയൽ ഒരു പ്രത്യേകത ഉണ്ട്, അതിന്റെ ഡിഗ്രി. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി എൻ എന്ന് പറഞ്ഞ ഡിഗ്രി should be greater than or equal to 1. Okay, very important condition. Okay, വെറുതെ ഫാക്ടർ തിയറം എന്ന് പഠിക്കരുത്. ഫാക്ടർ തിയറത്തിന്റെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ നോക്കുക. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ, ദെൻ അതിന്റെ ആ ഒരു ഡിഗ്രി എന്തായിരിക്കണം? n എന്നാണ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1ഓ അതിൽ കൂടുതലോ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് 0 വരാൻ പാടില്ല. അതിനേക്കാൾ ചെറുത് വന്നാൽ നമുക്ക് എന്തായാലും അത് എന്താവില്ല, പോളിനോമിയൽ ആവില്ല. ഫൈൻ. നെക്സ്റ്റ്, and a is any real number. a എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു റിയൽ നമ്പർ ആയിരിക്കണം. എങ്ങനെ? ഞാൻ ആ കണ്ടീഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഞാൻ x മൈനസ് a എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആകും. എപ്പോഴാ? എഫ് ഓഫ് a is equal to 0. ദാറ്റ് മീൻസ് നിങ്ങൾ എങ്ങനെ വിചാരിക്കും? എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n which is greater than or equal to 1. ഞാൻ a എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എടുത്തു കൊടുത്തു. ഓക്കെ, ആർക്ക് പകരം? എക്സിന് പകരം. a എന്ന് പറഞ്ഞ റിയൽ നമ്പറിനെ ഞാൻ എന്ത് ചെയ്തു? ഈ എഫ് ഓഫ് എക്സിന്റെ അകത്തുള്ള എക്സിന് പകരം ഞാൻ എഫ് ഓഫ് എ കൊടുത്തപ്പോ എനിക്ക് കിട്ടിയ വാല്യൂ 0 ആണ്. അതിനർത്ഥം എക്സ് മൈനസ് എ. ഓക്കെ, ക്ലിയർ? എഫ് ഓഫ് എ 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ഒരു ഫാക്ടർ ആണ്, തിരിച്ചും. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പൊ ഞാൻ പറഞ്ഞതോ, ഇഫ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0 then എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ. ഇതുപോലെ if x minus a is a factor, I can say that f of a is equal to 0. This is what factor theorem says. Factor theorem പറയുന്നത് if we are taking a polynomial f of x, okay, so that its degree is greater than or equal to 1, okay, then I am taking a real number a such that I substitute a in behalf of x, okay, in the polynomial. Then I got f of a is equal to 0. Okay, then I can say that if f of a is equal to 0, then x minus a is a factor of f of x. Otherwise, you can say that if x minus a is a factor of f of x, then f of a is equal to 0. Okay? അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫാക്ടറൈസേഷൻ നടത്തുന്നത് ഓഫ് പോളിനോമിയൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഫസ്റ്റ് കൈൻഡ് ഇതാണ്. ദാറ്റ് ഈസ് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, examine whether x plus 2 is a factor of. Okay, അതായത് x plus 2 ഒരു ഫാക്ടർ ആണോ? x plus 2 is a factor of x cube plus 3x square plus 5x plus 6 and of 2x plus 4. അതായത് നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? എന്താ? ഈ പറയുന്ന രണ്ട് പോളിനോമിയൽസ്. ഓക്കെ, ഒരു പോളിനോമിയൽ ഇതാണ്, രണ്ടാമത്തെ പോളിനോമിയൽ ഇതാണ്. ഇതിന്റെ ഫാക്ടർ ആണോ x plus 2 എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട് എന്താണ് ബൈ ഫാക്ടർ തിയറം. ഫാക്ടർ തിയറം എന്താണ് പറയുന്നത്? ഫാക്ടർ തിയറം നമ്മളോട് പറയുന്നു എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഫാക്ടർ ആവണമെങ്കിൽ, എക്സ് മൈനസ് എ ഒരു ഫാക്ടർ ആകണമെങ്കിൽ ദ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു മറിച്ച് നമുക്ക് പറയാം എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ നമ്മളോട് പറയുന്നു എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആണെങ്കിൽ, ഓക്കെ, എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു, എന്നാലോചിച്ച് ഇതിനെ ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ -2. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന ആൾ, അതായത് എഫ് ഓഫ് -2 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ആരാണോ ഫാക്ടർ എന്ന് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത് അയാൾ എന്ത് ചെയ്യുക? ഈക്വൽ ടു 0 കണ്ടീഷൻ കൊടുക്കുക. എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വാല്യൂ എത്രയാ? -2. ഈ -2 നമ്മൾ ഇത് രണ്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടിയാൽ we can say that this polynomial, okay, this polynomial is a factor of these two polynomials. Is it clear? അപ്പോൾ നമ്മൾ നോക്കുന്നു, നമുക്ക് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള ആരാണ്? x plus 2 നെയാണ്. സോ I equated x plus 2 to 0 and I got the value of x is equal to -2. Now I am going to put this -2 here. That is, ഞാൻ ഇതിനെ p of x എന്ന് വിളിക്കുകയാണ് കേട്ടോ. ലെറ്റ് ഇത് p of x ഉം ഞാൻ ഇതിനെ q of x എന്നും വിളിക്കുകയാണ്. സോ ഐ എം ടേക്കിംഗ് ലെറ്റ് p of -2. ഞാൻ p of -2 എടുത്തു നോക്കുമ്പോൾ ഇറ്റ് ഈസ് -2 the whole cube
okay, plus 3 into minus 2 square, okay, next 5 into minus 2, okay, plus 6. ഈ ഫോർമുല വരിക which is equal to നമുക്ക് minus 8, okay, next is 3 into minus 2 ന്റെ സ്ക്വയർ ആരാ, it is 4, that is plus ആയിട്ട് മാറും അല്ലേ. So 3 into 4 which is equal to 12. Next is 5 into minus 2 minus 10 plus 6. ഈ ഫോർമുലയ്ക്ക് നമ്മൾ വരും. So is equal to നമ്മൾ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് 12 and minus 8, 12 minus 8 എത്രയാണ്, 4 ആണ് അല്ലേ. 4 plus 6 എത്രയാണ്, 10 ആണ്, and 10 minus 10 is equal to 0. So that I got P of minus 2 is equal to 0. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഒന്ന് ആലോചിക്കേ. P of minus 2 എനിക്ക് 0 കിട്ടി അല്ലേ. അപ്പോ P of A is equal to 0 ആണെങ്കിൽ x minus a ഫാക്ടർ ആണ്. അപ്പൊ P of 2 is equal to 0 കിട്ടിയാൽ അതിന്റെ അർത്ഥം x minus of, okay, നമ്മുടെ a ആരാ, minus 2 is a factor, that is x plus 2 is a factor. അപ്പൊ നമുക്ക് ആദ്യം തന്നിട്ടുള്ള പോളിനോമിയൽ ആയ p of x ന്റെ ഫാക്ടർ ആണ് നമുക്ക് തന്നിട്ടുള്ള x plus 2. ക്ലിയർ. ഇനി നമ്മൾ രണ്ടാമത്തെ ആളിനെ ഇതേപോലെ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, രണ്ടാമത്തെ പോളിനോമിയൽ ആരാ, q of x ആണ്. ഓക്കെ, അപ്പൊ q of x is equal to 2x plus 4. നമ്മുടെ ജോലി എന്താ, നമുക്ക് q of x ലെ x ന് പകരം ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 0 കിട്ടണം. അപ്പൊ നമ്മളോട് ഇത് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സപ്പോസ് x plus 2 ഫാക്ടർ ആണെങ്കിൽ x plus 2 is equal to 0 കണ്ടീഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന x ന്റെ വാല്യൂ ആയ -2 ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ 0 കിട്ടണം അല്ലെ. അപ്പൊ ഞാൻ നോക്കുന്നു 2 into -2, okay, plus 4. ഈ രീതിയിൽ ചെയ്യുമ്പോൾ it is -4 plus 4 which is equal to 0. So that I got the value of q of -2 is equal to 0. So q of -2 0 വന്നാൽ അതിന്റെ അർത്ഥം p of a is equal to 0 വന്നാൽ x minus a ഫാക്ടർ ആണ്. q of -2 is equal to 0 വന്നു, അതിനർത്ഥം എനിക്ക് പറയാൻ പറ്റും എന്താ, നമ്മുടെ x ഉണ്ടല്ലോ, x minus of -2 is a factor, that is x plus 2 is a factor. അപ്പോൾ x plus 2 ഈ തന്നിട്ടുള്ള രണ്ട് പോളിനോമിയൽസിന്റെ ഫാക്ടർ ആണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് എന്ത് ഉപയോഗിച്ചിട്ടാ, യൂസിങ് ഫാക്ടർ തിയറം. ക്ലിയർ. ആൻഡ് the application of factor theorem, അതിൽ വരുന്ന ഒരു കൈൻഡ് ആണ് we have to factorize given polynomial using factor theorem. ആക്ച്വലി നമുക്ക് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫാക്ടർ തിയറം വെച്ച് മാത്രമല്ല മറ്റൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടെ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫാക്ടർ തിയറം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ അതിനെ നോക്കുക, അതെന്താ തന്നത്, ലെറ്റ് p of y, okay, y അല്ലേ, p of y is equal to y square minus 5y plus 6. ഈ ഫോർമുല എടുക്കും. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ഡിഗ്രി, ദാറ്റ് ഈസ് ഡിഗ്രി ഏറ്റവും കൂടിയ ഒരു ടേം ഉണ്ടല്ലോ, അതിന്റെ കോഎഫിഷ്യന്റും നമ്മളെ കോൺസ്റ്റന്റ് ടേം ഇതും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 6 എന്ന് പറയുന്ന ആളെ കിട്ടി. 6ന്റെ ഫാക്ടേഴ്സിനെ എഴുതുക. ആരൊക്കെയാണ് നമുക്ക് ഫാക്ടേഴ്സ് ഇടുക, 1 വരും അല്ലെ, 2 വരും, 3 വരും, പിന്നെ 6 itself. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്ത് പോവുക. ദാറ്റ് ഈസ് ഇപ്പൊ ഞാൻ എടുക്കുന്നു, ഓക്കെ, 1 എന്ന് പറയുന്ന ആളെ എടുക്കുന്നു. 1 ഒരു ഫാക്ടർ ആണെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് 1 എന്ന് പറയുന്ന ആളിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയോ, x minus 1 എന്നുള്ള ഫോമിലേക്ക് നമുക്ക് തിരിച്ചെടുക്കേണ്ടി വരും. ഇപ്പൊ 1 ഞാൻ y-ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇതിന് 0 കിട്ടിയാൽ എനിക്ക് പറയാം x minus 1 ഒരു ഫാക്ടർ ആണെന്ന് പറയാം. നമുക്ക് ഫാക്ടേഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ നോക്കുന്നു, എന്റെ y സ്ക്വയർ മൈനസ് 5y പ്ലസ് 6 എന്ന് പറയുന്ന ആളില് ഞാൻ y-ക്ക് പകരം 1 കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 1 സ്ക്വയർ മൈനസ് 5 പ്ലസ് 6 എന്നായിരിക്കും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1 minus 5 that is equal to -4 and -4 plus 6 എന്ന് പറയുന്നത് not is equal to 0 ആണ് അല്ലേ. സോ ദാറ്റ് എനിക്ക് പറയാൻ പറ്റും 1 എന്ന് പറയുന്നത്, ഓക്കെ, 1 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് 0 കിട്ടാത്തത് കൊണ്ട് x minus 1 is not a factor. ഓക്കെ, ഇനി അടുത്ത ഞാൻ ആരെ നോക്കണം, നമ്മുടെ 2 എന്ന് പറയുന്ന ആളെ നോക്കണം. 2 എന്ന് പറയുന്ന ആളെ നോക്കി, ഇപ്പൊ 2 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 2 സ്ക്വയർ മൈനസ് 5 into 2 പ്ലസ് 6 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ കിട്ടുന്നത് 4 minus 10 plus 6. ഒന്ന് ആലോചിച്ചേ, 4 plus 6 എത്രയാണ്, 10, and 10 minus 10 is equal to 0. ഓക്കെ, അപ്പൊ 0 കിട്ടി. അതായത് അതിനർത്ഥം 2 എന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
വൈക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് പി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വന്നു. എപ്പോഴാ? വൈക്ക് പകരം 2 കൊടുത്തപ്പോ. ദാറ്റ് മീൻസ് y മൈനസ് 2 ഇസ് എ ഫാക്ടർ. ഓക്കെ, y മൈനസ് 2 ഒരു ഫാക്ടർ ആണ്. തീർന്നോ? ഫാക്ടേഴ്സ് തീർന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത ആളിനെ നമ്മൾ ഇതേ കണക്ക് ചെക്ക് ചെയ്യും. 3 എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഫാക്ടർ ആരാ? y മൈനസ് 2. നെക്സ്റ്റ് അടുത്ത ആള് നോക്കുക. 3 എന്ന് പറയുന്ന ആളാണ്. ഞാൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. 3 സ്ക്വയർ മൈനസ് 5 into 3, ഓക്കെ, പ്ലസ് 6. നോക്കുക, 9, ഓക്കെ, മൈനസ് 15, ഓക്കെ, പ്ലസ് 6. ഇപ്പൊ നോക്കിയേ, 9 plus 6 എത്രയാ? 15. And 15 minus 15 is equal to 0. That is, I got like this. ഞാൻ എന്റെ P of y എന്ന് പറയുന്ന ആളിനെ എടുത്തു. ഓക്കെ, അയാൾക്ക് 0 കണ്ടീഷൻ വന്നത് എപ്പോഴാണ്? P of ഈ y-ക്ക് പകരം വാല്യൂ 3 വന്നപ്പോഴാണ്. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും y minus 3 is a factor by factor theorem. ഓക്കെ, അപ്പൊ നമുക്ക് y മൈനസ് 3 എന്താന്ന് കിട്ടി? ഒരു ഫാക്ടർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആരാ ഉള്ളത്? അടുത്തത് 6 ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ 6നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. എനിക്ക് കിട്ടുന്ന ഇങ്ങനെയാണ് 6 സ്ക്വയർ മൈനസ്, ഓക്കെ, 6 സ്ക്വയർ മൈനസ് 5 into 6. 5 into 6 is equal to 30. Is it clear? 5 into 6 is equal to 30 plus ഒരു 6. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 36 ഉണ്ട്, ഒരു മൈനസ് 30 ഉണ്ട്, ഒരു പ്ലസ് 6 ഉണ്ട്. 36 30 ആകുമ്പോൾ 6 പ്ലസ് ഒരു 6 വരുമ്പോഴത്തേക്ക് ഇത് എത്രയായിട്ട് മാറി? 12. That is not is equal to 0. So that I can say that x minus 6 is not a factor. Sorry, x minus അല്ല, ഇവിടെ നമുക്ക് y ആണ്. So y minus 6 is not a factor. Okay, കാരണം എന്താ? ഞാൻ y-ക്ക് പകരം 6 കൊടുത്തപ്പോ 0 കിട്ടിയില്ല. So y minus 6 എന്ന് പറയുന്നത് എന്തല്ല? ഫാക്ടർ അല്ല. ഇവിടെയും y ആണ് കേട്ടോ. അപ്പൊ y minus 6 ഒരു ഫാക്ടർ അല്ല. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? x minus 2 ഉം y minus 3 ഉം. So that ഇതിനെ എനിക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റും? y square minus 5y plus 6 can be written as y minus 2 into y minus 3. Is it clear? Okay ആണോ? അപ്പൊ ഈ ചെയ്ത അതേ കാര്യം തന്നെ നമുക്ക് മറ്റൊരു മെത്തേഡ് വെച്ച് ചെയ്യാം. ആ മെത്തേഡിന്റെ പേരാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഓക്കെ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് ആ കേൾക്കുമ്പോഴാണ് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹു ഇസ് ദ മിഡിൽ ടേം ഹിയർ? മൈനസ് 5y. മൈനസ് 5y നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് പ്രത്യേക രീതിയിൽ വേണം സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ. നോക്കണം, ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്താണ് നമ്മുടെ ഹയസ്റ്റ് പവർ ഉള്ള ആ ഒരു ടേമിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. വി വിൽ ഗെറ്റ് ലൈക്ക് 1 into 6 which is equal to 6. And 6 എന്ന് പറയുന്ന ആളുടെ ഫാക്ടേഴ്സിനെ എഴുതുക. 1 into 6, 2 into 3. ഇതിൽ 5 വരത്തക്ക രീതിയിൽ, ഓക്കെ, മൈനസ് 5 എന്ന് പറയുന്ന ആള് വരത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് നമ്മുടെ ഫസ്റ്റ് ടേം ഇസ് y സ്ക്വയർ. ഈ മൈനസ് 5y പകരം ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഇങ്ങനെ മൈനസ് 2y. ഇസ് ഇറ്റ് ക്ലിയർ? മൈനസ് 2y അതുപോലെ മൈനസ് 3y. ദിസ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. മൈനസ് 5y is splitted up like this. മൈനസ് 2y മൈനസ് 3y and പ്ലസ് 6 is there. നമ്മൾ 6നെ ഇവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നോക്കുക, ഇവിടെ നോക്കേ, ഈ രണ്ട് ടേം നോക്കേ, y സ്ക്വയർ 2y. ഇതിൽ നിന്ന് ഞാൻ y കോമൺ എടുക്കുന്നു. y കോമൺ എടുത്താൽ എനിക്ക് കിട്ടുന്നത് y into y minus 2. റൈറ്റ്? ഓക്കെ, ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് ആരെ എടുക്കുന്നു? നമ്മുടെ മൈനസ് 3 പുറത്തേക്ക് എടുക്കും. മൈനസ് 3 പുറത്തേക്ക് എടുത്താൽ ഇത് വെറും y ആയിട്ട് മാറി, ഇത് മൈനസ് 2 ആയിട്ട് മാറി. ഇനി നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ്. നമ്മുടെ ഫാക്ടർ തിയറം അല്ലാതെ പിന്നെ ചെയ്യുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഓക്കെ, ഇതാ ഇവിടെയും നോക്കിയേ, ഇവിടെയും നോക്കുക, y മൈനസ് 2 അല്ലേ? ഈ y മൈനസ് 2നെ ഞാൻ എന്ത് ചെയ്യുന്നു? കോമൺ എടുക്കുന്നു. ഈ y മൈനസ് 2 പുറത്തെടുത്തു. ഇവിടെ ആരേ ഉള്ളൂ? ഇനി y മാത്രമേ ഉള്ളൂ. ഇവിടെ ആരേ ഉള്ളൂ? മൈനസ് 3. ഓക്കെ, അപ്പൊ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയോ? y മൈനസ് 2 into y മൈനസ് 3. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത് യൂസിങ് ഫാക്ടർ തിയറം. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ ചോദിച്ചാൽ ചില സമയത്ത് ചോദിക്കുന്നത് y ഫാക്ടർ തിയറം ആയിരിക്കും, എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. ചില സമയത്ത് ചോദിക്കുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആയിരിക്കും, എങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്തതുപോലെ ചെയ്യും. ചില സമയത്ത് രണ്ടും ചോദിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് രണ്ട് മെത്തേഡിലും കാണിക്കൂ എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് ടു ഡു ദാറ്റ്. ക്ലിയർ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങൾക്ക് നേരത്തെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇപ്പൊ തന്നിട്ടുള്ള ഒരു ക്യൂബിക് പോളിനോമിയൽ. അപ്പൊ ക്യൂബിക് പോളിനോമിയൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക? നമ്മൾ ഫാക്ടർ തിയറം വെച്ചിട്ടാണ് തുടങ്ങുക. ദെൻ നമ്മൾ ചെയ്തു വരുമ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമും ഉപയോഗിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക,
ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പ് കൂടുതലാണ്, ശ്രദ്ധിക്കുക. x³ - 23x² + 142x - 120. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ ഹയസ്റ്റ് പവർ ഉള്ള ആ ഒരു ടേമിന്റെ കോഎഫിഷ്യന്റും നമ്മുടെ കോൺസ്റ്റന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പർ ആരാണ്? 120. ഇഗ്നോർ ദ സൈൻസ്. ഓക്കെ, 120. ഇതിന്റെ ഫാക്ടേഴ്സിനെ എടുക്കണം. എനിക്ക് എങ്ങനെയൊക്കെ പറയാം? 1 × 120 എന്ന് പറയാം അല്ലെ, 2 × 60 എന്ന് പറയാം, അതുപോലെ 3 × 40 എന്ന് പറയാം, 4 × 30 എന്ന് പറയാം, 5 × എത്ര എന്നാ പറയാ? 5 × 12 എന്ന് പറയാം. ഓക്കെ, 5 × 12 എന്ന് പറയാം, 6 × 20 എന്ന് പറയാം, 7 × പറ്റില്ല, 10 × 12 എന്ന് പറയാം. നെക്സ്റ്റ് നേരെ തിരിച്ച് 12 × 10, 20 × 60, 12 × 5, 30 × 4, 40 × 3, 60 × 2, 120 × 1. തിരിച്ചും പറയാം. അപ്പൊ ഫാക്ടേഴ്സ് ഇത്രയാണ്. അപ്പൊ ഇതില് ഉള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഇവിടെ -120 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഈ പറയുന്ന ഫാക്ടേഴ്സിൽ ആര് വേണമെങ്കിലും വരാം അല്ലെ, +or-1 ആ ഒരു ഫോർമുല. ഇപ്പൊ ഞാൻ ആദ്യം ഒരാളെ വെച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. ഞാൻ എടുക്കുന്നു x = 1. ഓക്കെ, ഐ ആം പുട്ടിംഗ് ലൈക്ക് x = 1. അപ്പോ ഇവിടെ P(1) എടുക്കുകയാണ്. ദാറ്റ് ഈസ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഫാക്ടറിനെ ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ ഈ എടുത്ത ഫാക്ടേഴ്സിൽ നിന്നും ഒരു ഫാക്ടറിനെ ഐഡന്റിഫൈ ചെയ്യുക. ഈ തന്ന പോളിനോമിനെ ഐഡന്റിഫൈ a single factor from that. അതിനുശേഷം നമുക്ക് ബാക്കി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യാം. ഞാൻ P(1) ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1³ - 23 ഓക്കെ +142 - 120 ഈ രീതി കിട്ടും. അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ 1 - 23 + 142 - 120 നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ രീതിയിലാണ്. That is 142 - 120 എന്ന് പറയുമ്പോൾ it is equal to 20. Okay. Next is 1 - 23. 1 - 23 is equal to -20 is equal to 0. കിട്ടിയില്ലേ? അപ്പോൾ ഒരു ഫാക്ടർ കിട്ടി. -22 + 22 cancel each other and we got the answer as 0. So that I can say that P(1) is equal to 0. That means x - 1 is a factor. x - 1 is a factor. അപ്പോൾ നമുക്ക് ഒരു ഫാക്ടർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിനെ പുറത്തേക്ക് എടുക്കേണ്ട രീതിയിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. ഓക്കെ, x - 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ആ ഫാക്ടറിനെ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് എടുക്കണം. നമ്മുടെ മനസ്സിൽ ഓർക്കുക x - 1, ഫോക്കസ് ഓൺ x - 1. ഇവിടുന്ന് പുറത്തെടുക്കണം. ഞാൻ ഫസ്റ്റ് ആളിനെ എടുക്കുന്നു, x³ അല്ലേ. ഓക്കെ, അപ്പൊ x³ ശ്രദ്ധിക്കുക, x³ എന്ന് പറയുന്ന ആള് എനിക്ക് x - 1 ആണ് ഫ്രണ്ടിൽ വരണ്ടെങ്കിൽ ഇതിൽ ആരായിരിക്കും? സ്ക്വയർ അല്ലേ വരേണ്ടത്? ആണ് അല്ലെ? കാരണം എന്താ, ഇതിൽ നിന്നൊരു എക്സ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്ക്വയർ ടേം ആയിരിക്കണം അവിടെ വരേണ്ടത്. സോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ബാക്കി അങ്ങോട്ടേക്ക് നോക്കുന്നു. എന്താ നമുക്ക് വരിക? is equal to, that is x³ നിന്നും എക്സിനെ എടുക്കണമെങ്കിൽ ഒരു x² ആയിരിക്കണം പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവുക. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് ഈ 23 എന്ന് പറയുന്ന ആൾ, ഈ 23 എന്ന് പറയുന്ന ആൾ ഇത് എന്തായിട്ട് മാറണം? 1 ആയിട്ട് മാറണം അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 23x² സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു. x - 1 എടുക്കേണ്ട രീതിയിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ -x². ഓക്കെ, എങ്ങനെ എടുത്തത്? -x². ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ഇതിൽ നിന്ന് ഒരു x² വെളിയിലെടുത്ത് ഇത് x - 1 ആവില്ലേ? ആകും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു -x² എടുത്തു അല്ലെ? -23x² ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ഒരു -x² എടുത്തു. ബാക്കി ആരാ ഉള്ളത്? ഓക്കെ, -22. കാരണം എന്താ? -22 - 1 ചേരുമ്പോഴാണ് -23 ആവുന്നത്. അപ്പൊ ഇനി അവിടെ ലെഫ്റ്റ് ചെയ്തത് ഒരു -22x² ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. ഇനി നിങ്ങൾ ചിന്തിക്കാം, ഇവിടെ ഓക്കെയാണ്, ഇവിടുന്ന് x² പുറത്തെടുത്താൽ x - 1 ആവും. ഇനി ഇവിടെ നോക്കണം, ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ വേണം അല്ലെ? x - 1 പുറത്തെടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. നോക്കുക, എനിക്ക് x എന്ന് പറഞ്ഞു വരണം. അതിനർത്ഥം ഞാൻ അവിടുന്ന് 22നെയും വെളിയിലെടുക്കണം, ഒരു x-നെയും വെളിയിലെടുക്കണം അല്ലെ? അങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഇവിടെ നിന്നും അതേപോലെ എടുക്കുക, ഒരു 22ഉം അതുപോലെ എക്സും വെളിയിൽ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ 142ൽ നിന്നും ഈ രീതിയിൽ എടുക്കുകയാണ്. 142നെ എഴുതുന്നു. ഓക്കെ, എങ്ങനെ എഴുതാം? പ്ലസ്. ഓക്കെ, പ്ലസ് എന്താ എടുക്കുക? 22x പ്ലസ് 22x. കാരണം എന്നാലേ എനിക്ക് ഈ 22x² എന്ന് പറയുന്ന ആളിൽ നിന്നും ഈ 22x നിന്നും പറയുന്ന ആളിൽ നിന്നും 22x പുറത്തേക്ക് എടുത്താൽ എനിക്ക് x - 1 ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 22x ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി അവിടെ എത്ര x ഉണ്ട്? 142 22x പോയാൽ ബാക്കി 120x. പിന്നെ എനിക്ക് ഇവിടെ 120 ഉണ്ട്, അത് അവിടെ നിന്നോട്ടെ.
ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്ന രീതി ശ്രദ്ധിക്കാം. ദാ ഇവിടെ രണ്ടിടത്തുനിന്നും ഞാനൊരു എക്സ് സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എക്സ് സ്ക്വയറിനെ പുറത്തെടുത്തപ്പോ ബാക്കി അകത്ത് ലെഫ്റ്റിൽ നിന്ന് എന്താ നോക്കിക്കേ, ഒരു എക്സും അതുപോലെ ഒരു -1. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇതുപോലെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ നിന്നും എന്തിനാ പുറത്തേക്ക് എടുക്കുന്നത്, -22x ബിക്കോസ് ഇവിടെ ഈ പ്ലസും പിന്നെ മൈനസും ഇവിടെ നേരെ തിരിഞ്ഞ് ഓർഡർ കിടക്കുന്നുണ്ട്. ഞാൻ -22x പുറത്തേക്ക് എടുത്തു. -22x പുറത്തേക്ക് എടുത്തപ്പോൾ ബാക്കി x-1 ആയിട്ട് മാറി. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്തത് ഞാൻ ഇവിടെ നിന്ന് ആരെ എടുക്കുന്നു, 120 ആണ് എടുക്കുക. 120 പുറത്തേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും, ഇത് x-1 ആയിട്ട് മാറും. ഇനി ഒന്ന് നോക്കിക്കേ, എന്താ വന്നത്, x-1 x-1 x-1. അപ്പൊ ഇനി x-1 കോമൺ എടുക്കാം. എല്ലാത്തിൽ നിന്നും x-1 കോമൺ എടുക്കാം. ബാക്കി ലെഫ്റ്റ് ചെയ്യുന്നത് ഒരു x², ഓക്കെ, ഒരു -22x, പിന്നെ ഒരു 120. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ഇത്രയും മതിയോ? പോരാ. x-1 ഇൻറ്റു ഇത് കിട്ടി. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമ്മുടെ ഫാക്ടർ തിയറം തന്നെ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രത്യേക ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഹൗ ടു സോൾവ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഒരു ട്രിക്കാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് എടുക്കുന്നത്. എങ്ങനെയാ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം നമ്മൾ എടുത്തോണ്ടിരുന്നത്, ദാറ്റ് ഈസ് ഹയസ്റ്റ് ഡിഗ്രി വരുന്ന ആളിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 120യിൽ നിന്നും 22ലേക്ക് എത്തിക്കാൻ, ഓക്കെ, 22നെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ ആരുണ്ട്? എളുപ്പമല്ലേ? 10ഉം 12ഉം. 10ഉം 12 ആഡ് ചെയ്യുമ്പോൾ 22 അല്ലേ കിട്ടുക? അതനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, x², ഇതിനെ ഞാൻ മൈനസ് എന്ന് എടുക്കുന്നു, -12x എന്ന് എടുക്കുന്നു, അതുപോലെ -10x എന്ന് എടുക്കുന്നു. ഓക്കെ, +120. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, x-1. ഓക്കെ, നോക്കിയേ, ഇതിൽ നിന്ന് രണ്ടിൽ ഒരു x പുറത്തേക്ക് എടുത്തു. x പുറത്തേക്ക് എടുത്തപ്പോ നമുക്ക് കിട്ടിയെന്ന് നോക്കിയേ, അവിടെ ഒരു x-12 ആണ്. ഓക്കെ, ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് എന്തെടുക്കുന്നു, ഇവിടെ നിന്ന് എന്താ നമുക്ക് എടുക്കാനായിട്ട് വരുന്നത്, കാരണം x-12 വരണം. അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത് ഒരു -10 പുറത്തേക്ക് എടുത്തപ്പോ ഇത് x-12 എന്ന് പറയുന്ന ഫോമിലേക്ക് മാറി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ വരുന്നത് x-1 ഇൻറ്റു, ഓക്കെ, ഇവിടെ ആരുണ്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ, ഒരു x-12 ഉണ്ട്. ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ ഉള്ളത്, ഒരു x-10. ക്ലിയർ ആണോ? ഓക്കെ, സോ ക്യൂബിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നല്ല രീതി കുറച്ച് ഒരു കഠിനമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ആലോചിച്ച് മാത്രം ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഫാക്ടർ തിയറം വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ഫാക്ടറിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഫാക്ടറിനെ പുറത്തേക്ക് കോമൺ എടുക്കത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം ദ മിഡിൽ ടേംസ് ഓഫ് ദി പോളിനോമിയൽ എക്സ്പ്രഷൻ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് ചെയ്തു വരുന്നത്. ഇത് ചെയ്യാനായിട്ട് മറ്റൊരു ട്രിക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിന്റെ വഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ഐ വിൽ ബി ഡിസ്കസിംഗ് ദ മെത്തേഡ്സ് വിച്ച് ഇസ് ഡിസ്കസ്ഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആൻഡ് ട്രിക്സ് ആൻഡ് ടിപ്സ് ഫോർ ഡൂയിങ് ദ സെയിം വിൽ ബി uploaded as another video. Okay, next നമ്മൾ മറ്റൊരു കാര്യം പഠിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിങ് പോർഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. ദാറ്റ് ഈസ്, നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾജിബ്രിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ പോയാലും അത് തന്നെയാണ്, അവർക്ക് ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഐഡന്റിറ്റീസ് മാത്രം എഴുതിയിട്ടുണ്ട്. നോക്കിയേ, a² - b² is equal to a plus b into a minus b. x plus a into x plus b is equal to x² plus a plus b x plus ab. Okay, so നോക്കുക, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ a plus b the whole square is equal to a square plus 2ab plus b square. a minus b the whole square is equal to a square minus 2ab plus b square. a plus b the whole cube is equal to a cube plus 3ab into a plus b cube. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം, a cube plus 3a² b plus 3ab² plus b cube. Okay, next, a minus b the whole cube is equal to a cube minus 3ab into a minus b cube. ഇതിനെ മറ്റൊരു രീതി എങ്ങനെ പറയാം, a cube minus 3a² b plus 3ab² minus b cube. Okay, next എന്ന് പറയുന്നത് a plus b plus c the whole cube. അത് എളുപ്പം പഠിക്കാം, a² plus b² plus c² plus 2ab plus 2bc plus 2ac. That's all. Okay, next,
എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി. ഓക്കെ, അപ്പൊ ഇത്രയും ഐഡന്റിറ്റീസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഐഡന്റിറ്റീസ്, ഓൾജിബ്രിക് ഐഡന്റിറ്റീസ്. ഇത് നമ്മൾ ഇനിയുള്ള നമ്മുടെ സെക്ഷൻസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ ഐ ഹോപ്പ് ഈ ഒരു ചാപ്റ്ററിലെ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ